നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഉണ്ണിക്കണ്ണൻ്റെ ജന്മദിനം, അതായത് അഷ്ടമി രോഹിണി ദിവസം അല്ലേ. അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ഒരുമിച്ച് ചേർന്ന ദിവസമാണ് ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാൾ. അറിയാം എല്ലാവർക്കും. രാത്രി അർദ്ധരാത്രിയാണ് അല്ലേ അദ്ദേഹം ജനിക്കണത് തന്നെ. ഇന്ന് രാവിലെ മുതൽ അർദ്ധരാത്രി വരെ എല്ലാവരും ഉപവാസമാണ്. ഉപവാസം എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉപ എന്ന് വെച്ചാൽ സമീപം എന്നർത്ഥം. വാസം എന്ന് വെച്ചാൽ വസിക്കുക, സമീപത്ത് വസിക്കുക. ഭഗവാന്റെ സമീപത്ത് അങ്ങനെ വസിച്ച് നാമം ചൊല്ലി പ്രാർത്ഥിച്ച് നല്ലതൊക്കെ ചിന്തിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയമാണ് ഉപവാസം എന്ന് പറയുന്നത്. അപ്പോൾ ആഹാരം പോലും ഉപേക്ഷിക്കുന്ന പറയണത്. അപ്പോൾ ആഹാരത്തിന് കട്ടിയായ ആഹാരമൊന്നും കഴിക്കാതെ ജസ്റ്റ് ഒരു തുളസി വെള്ളമൊക്കെ വേണമെങ്കിൽ മാത്രം കഴിക്കാം. ചില ആൾക്കാർ അതും കഴിക്കില്ല. അങ്ങനെയാണ് പറയുക. കാരണം ഭഗവാന്റെ ജനനം പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാവരും. അറിയാലോ, 8ാമത്തെ കുട്ടി ആണ് ദേവകിയുടെ. കംസൻ അതിനെ കൊന്നുകളയും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കുട്ടി ജനിച്ചിട്ട് വേണം ലോകത്തിൻ്റെ നന്മയ്ക്കും ലോകത്തിലുള്ള തിന്മകളെ തുടച്ചു മാറ്റാനൊക്കെ അവൻ തന്നെ വരണം. അവിടേക്കുന്ന എല്ലാ ഭക്തർക്കും അറിയാം, ദേവന്മാർക്കും അറിയാം, മനുഷ്യർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയിൽ ജാതനാവാൻ പോവാണ് ദേവകിയുടെ ജഠരത്തിൽ, വസുദേവരുടെ ബീജമായിട്ട്. അങ്ങനെ വാസുദേവൻ ജനിക്കാൻ പോണു ഇന്ന് അർദ്ധരാത്രി കേട്ടോ. എന്തൊക്കെയാ ചെയ്യാന്നറിയാലോ. രാവിലെ നേരത്തെ എഴുന്നേറ്റു, കുളിച്ചു. ഞങ്ങളും പോവാണ് കേട്ടോ അമ്പലത്തിലേക്ക്. വീട്ടിലായാലും വീട്ടിലെ പൂജകളൊക്കെ നടത്തുക, പ്രാർത്ഥിക്കുക, നാമം ചൊല്ലുക. അതൊക്കെ ഗുരുവായൂർ അമ്പലത്തിലെ ഗംഭീര ആഘോഷമാണ്. അവിടെ ഇന്ന് ഭക്ഷണമൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സദ്യ ഉണ്ടെന്നാണ് പറഞ്ഞത് പിറന്നാളിന്. പക്ഷെ പണ്ട് കാലത്ത് പറയുന്ന ഉപവാസം തന്നെ പറയാം. അർദ്ധരാത്രി കൃഷ്ണൻ പിറന്നതിന് ശേഷമാണ് ഭക്ഷണം കിട്ടുള്ളൂ ശരിക്കും. പക്ഷെ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ സദ്യ ഉണ്ട് കേട്ടോ, ഗംഭീര സദ്യ. 40,000 ആൾക്കാർക്കൊക്കെ സദ്യ കാലാക്കിയിട്ടുണ്ടെന്നാണ് പറയണത്. ഭഗവാന്റെ പിറന്നാളാഘോഷം അതിൽ പങ്കെടുക്കാനും ആ സദ്യ ഉണ്ണാനും ഒക്കെ നമുക്കും ഒരു ഭാഗ്യം, എല്ലാവർക്കും ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അവിടുത്തെ ആഘോഷ പരിപാടികൾ അവിടെ ഇപ്പം ഇന്ന് ഉത്സവമാണല്ലേ. ശ്രീകൃഷ്ണൻ്റെ അമ്പലങ്ങളിലൊക്കെ പ്രത്യേക പൂജകളുണ്ട്. ഉച്ചതിരിഞ്ഞാൽ ശോഭായാത്രയുണ്ട്. എന്ത് മനോഹരമായ പരിപാടികളാണെന്നറിയോ. അപ്പം നമുക്കൊക്കെ അതിൽ പങ്കെടുക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും വരൂ കേട്ടോ.